ഹലോ കൂട്ടുകാരെ, മല്ലിയില എപ്പോഴും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ചീത്തയായി പോകുമെന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. മല്ലിയിലയും പുതിന ഇലയും കുറേ നാൾ നമ്മൾ ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മല്ലിയില നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതിന് ശേഷം നല്ല പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാകും നമ്മുടെ ഇലയിൽ. അപ്പോൾ നല്ലതുപോലെ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം തണ്ട് എടുത്ത് മാറ്റി വയ്ക്കുക. ആ തണ്ട് നമ്മൾ കളയണ്ട. നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കിളിച്ച് വീണ്ടും ഇതിനകത്ത് നിന്ന് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ തണ്ട് നമുക്ക് കിളിപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ആ ഇല ഉണ്ടല്ലോ, ഇല എല്ലാം നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ നമ്മുടെ ഇത് വെച്ചതിന് ശേഷം നല്ലതുപോലെ ആ വെള്ളമൊക്കെ ഒന്ന് ഉപ്പിയെടുത്തതിന് ശേഷം നമ്മുടെ ഇലയിലൊന്നും വെള്ളം ഉണ്ടാവരുത്. ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ ഫാനിൻ്റെ അടിയിൽ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇലയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ മാറിക്കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ തുണി വെച്ച് ഇതുപോലെ ഒപ്പി എടുത്ത് കഴിഞ്ഞാലും കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം മാത്രം എടുക്കുക. എന്നാൽ മാത്രമേ ഇലയിലുള്ള വെള്ളമയമൊക്കെ മാറത്തുള്ളൂ. നമ്മൾ ഇതുപോലെ തന്നെ കടയിൽ നിന്ന് മേടിച്ചതുപോലെ തന്നെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ അതിനകത്ത് മണ്ണുണ്ടാവും. മണ്ണും പൊടിയും ഒക്കെ ആയിട്ടാണ് നമ്മുടെ മല്ലിയില വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും പറ്റത്തില്ല. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടെടുക്കേണ്ടി വരും. ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മല്ലിയില ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കുക. ഇവിടെ മല്ലിയിലയൊക്കെ കുറച്ച് നേരം വെള്ളമൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഒന്നെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെയിലത്ത് വെച്ചാലും മതി. ഓവറായിട്ട് വെയിൽ കൊള്ളിക്കരുത്, അത് വാടിപ്പോവും. ജസ്റ്റ് ഇതൊന്ന് വെള്ളം വാങ്ങാൻ വേണ്ടി മാത്രം ഒന്ന് വെയിലത്ത് വെച്ചാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ചാലും മതി. അതുപോലെ തന്നെ പുതിന ഇലയും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഇല മാത്രമാണ് പുതിന ഇലയുടെ എടുക്കുന്നത്, നമ്മുടെ തണ്ട് എടുക്കാറില്ല. അപ്പോൾ ഇല ഇതുപോലെ തന്നെ പിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് ആ മണ്ണൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കോട്ടൺ തുണിയിലിട്ട് നല്ലതുപോലെ വെള്ളം ഉപ്പിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ അടിയിൽ ഒരു 10-15 മിനിറ്റ് ഫാനിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടും. ഈ പുതിന ഇലയുടെ തണ്ടും നമുക്ക് കിളിപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇതിനകത്ത് വേരൊക്കെ ഉണ്ടാവും. ഈ പുതിന ഇലയുടെ തണ്ട് നമ്മൾ വെച്ചാൽ എന്തായാലും പെട്ടെന്ന് തന്നെ കിളിക്കും, വേരൊക്കെ ഉള്ളതുകൊണ്ട് അത് കളയണ്ട. അതും നമുക്ക് ഇതുപോലെ തന്നെ കിളിപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ പുതിന ഇലയും മല്ലിയിലയും എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഉണക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മല്ലിയില എന്നൊക്കെ വെള്ളമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണിത് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു കണ്ടെയ്നർ എടുക്കുക. ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കോട്ടൺ തുണി, ഞാനിവിടെ മുണ്ട് കീറിയ ചെറിയൊരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. നല്ല വൃത്തിയുള്ള തുണി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണ് കോട്ടൺ തുണി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ടിഷ്യൂ പേപ്പറിനെക്കാട്ടിലും എനിക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കോട്ടൺ തുണി തന്നെയാണ്. അതിലേക്ക് ഇതുപോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തതാണ് മല്ലിയില. മൊത്തത്തിൽ നീളത്തിൽ കിട്ടിയത് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തതാണ്. അത് ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പാത്രത്തിൽ ഓവറായിട്ട് കുത്തി നിറച്ച് വെക്കരുത്. ആവശ്യത്തിന് കുറച്ച് എയറൊക്കെ കയറാൻ പറ്റുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കുക. അതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് ഒരു കോട്ടൻ്റെ തുണി കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് അമർത്തി ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. തുണി അകത്ത് കയറിയിരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടപ്പ് വെച്ച് അടച്ച് വെക്കുക. അതിനുശേഷം നമ്മളിത് ഫ്രീസറിലോട്ട് വെക്കുക. ഫ്രീസറിലാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിത് കേടുകൂടാതെ തന്നെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഏറ്റവും മേളിൽ കുറച്ച് തണുപ്പ് കൂടുതലുള്ള സ്ഥലത്ത് വെക്കാൻ വേണ്ടി നോക്കുക. ഈ തണുപ്പ് കുറച്ചുള്ള ഏറ്റവും അടിയിൽ കൊണ്ട് വയ്ക്കരുത്. ഏറ്റവും മേളിൽ ഫ്രീസറിൻ്റെ തൊട്ട് താഴെയായിട്ട് വെക്കാൻ വേണ്ടി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി. ഇത് എനിക്കിപ്പം എൻ്റെ ഒരു ഇതിൽ തോന്നിയത് എനിക്ക് 1 മാസം വരെ ഇത് കേടുകൂടാതെ തന്നെ ഇരിക്കും. ഞാൻ ഈ പുതിനയിലയും മല്ലിയിലയും 1 മാസം വരെ ഇതുപോലെ തന്നെ വെച്ചാലും ഒരു കേടും കൂടാതെ നല്ല സൂപ്പറായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാറുണ്ട്. അതുപോലെ നമുക്ക് പുതിനയിലയും അതുപോലെ തന്നെ ചെയ്യാം. ഒരു പാത്രത്തിൽ ഒരു തുണി ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പുതിന വെച്ച് കൊടുക്കുക. അതിൻ്റെ പൊക്കത്തേക്ക് വീണ്ടും ഒരു തുണിയിട്ട് പുറമേ തുണിയിടുന്നത് നമ്മളതിനകത്ത് വെള്ളം നീരാവിയായിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ഇലയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് ചീത്തയാവത്തില്ല. ഞാൻ ചെയ്യുന്നത് ഫ്രീസറിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്തു കഴിയുമ്പം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും തണുപ്പുള്ള സ്ഥലത്ത് വെക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ പുതിനയിലയും മല്ലിയിലയും ചീത്തയാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോയെന്ന്. എനിക്കിത് ഞാൻ കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്തിട്ട് എനിക്കൊരു കുഴപ്പമില്ല, 1 മാസം വരെയൊക്കെ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.